കാശ്മീർ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ മഞ്ഞുമൂടിയ മലനിരകളും ചുവപ്പും ദാൽ തടാകത്തിലെ ഷിക്കാര വള്ളങ്ങളുമാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. പേൽഗാമിലുണ്ടായ ഭീകരാക്രമണം വിനോദസഞ്ചാരികളുടെ മനസ്സിൽ ഒരു വലിയ ഭയം വിതച്ചിരുന്നു. ടൂറിസം മേഖല പൂർണ്ണമായും തകരുമെന്ന് പലരും പ്രവചിച്ചു. പക്ഷേ ഇന്ന് 2026 ഏപ്രിൽ 21 നമ്മൾ കാശ്മീരിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു ചിത്രമാണ്. എല്ലാ ഭീഷണികളെയും അതിജീവിച്ച് കാശ്മീർ ടൂറിസം അതിന്റെ സുവർണകാലത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. എങ്ങനെയാണ് ഈ മാജിക് സംഭവിച്ചത്? പേൽഗാം സംഭവത്തിന് ശേഷം സുരക്ഷാ ക്രമീകരണങ്ങളിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? കാശ്മീരിലെ ടൂറിസം വ്യവസായത്തിന്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് വിശദമായി പരിശോധിക്കാം. ടൂറിസത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടന്ന ആ നീക്കം വലിയൊരു സെറ്റിൽമെന്റ് പ്ലാനിന്റെ ഭാഗമായിരുന്നു. ആ സമയത്ത് വിദേശ സഞ്ചാരികളുടെ വരവ് 40% കുറഞ്ഞു. ട്രാവൽ അഡ്വൈസറികൾ പുറപ്പെടുവിക്കാൻ പല രാജ്യങ്ങളും തയ്യാറായി. കാശ്മീരിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ലായ ടൂറിസം തകരുമെന്ന ഭീതിയിലായിരുന്നു ഹോട്ടൽ ഉടമകളും ഷിക്കാര തൊഴിലാളികളും ഒക്കെ. പേൽഗാം സംഭവത്തിന് ശേഷം ജമ്മു കാശ്മീർ ഭരണകൂടവും കേന്ദ്ര സർക്കാരും ചേർന്ന് സുരക്ഷാ സംവിധാനങ്ങളിൽ വലിയ അഴിച്ചുപണി നടത്തി. 2026 നാം കാണുന്നത് വളരെ മികച്ച, കൂടുതൽ സ്മാർട്ടായ സുരക്ഷാ സംവിധാനങ്ങളാണ്. AI സർവൈലൻസ്. പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ പേൽഗാം, ഗുൽമാർഗ്, സോനാമാർഗ് എന്നിവിടങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതമായ ക്യാമറകൾ സ്ഥാപിച്ചു. അടുത്തത് ടൂറിസ്റ്റ് പോലീസ്. വിനോദസഞ്ചാരികളുടെ സുരക്ഷയ്ക്കായിട്ട് മാത്രം പ്രത്യേകം പരിശീലനം ലഭിച്ച ടൂറിസ്റ്റ് പോലീസിന്റെ എണ്ണം ഇരട്ടിയാക്കി. അവർക്ക് പ്രാദേശിക ഭാഷകൾക്ക് പുറമെ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ നല്ല പ്രാവീണ്യം നൽകി. ഇനി റിയൽ ടൈം ട്രാക്കിംഗ് ആണ്. സാഹസിക യാത്രകൾക്കും ട്രെക്കിങ്ങിനും പോകുന്നവർക്ക് GPS അധിഷ്ഠിത ട്രാക്കിംഗ് സംവിധാനങ്ങൾ നിർബന്ധമാക്കി. ഇത് സഞ്ചാരികളിൽ വലിയൊരു സുരക്ഷിത ബോധം, സെൻസ് ഓഫ് സെക്യൂരിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. 2025 കണക്കുകൾ പ്രകാരം ഏകദേശം 2.5 കോടി സഞ്ചാരികളാണ് ജമ്മു കാശ്മീർ സന്ദർശിച്ചത്. 2026 ആദ്യ 4 മാസങ്ങളിൽ തന്നെ ഈ എണ്ണം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 15% കൂടുതലാണ്. ഇതിൽ ശ്രദ്ധേയമായ കാര്യം വിദേശ സഞ്ചാരികളുടെ എണ്ണത്തിലുണ്ടായ വർധനവാണ്. G20 ടൂറിസം വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗുകൾക്ക് ശേഷം കാശ്മീരിന് ലഭിച്ച ആഗോള ശ്രദ്ധ ഇതിന് വലിയൊരു കാരണമായിട്ടുണ്ട്. ദാൽ തടാകത്തിലെ ഹൗസ് ബോട്ടുകൾ മാസങ്ങൾക്ക് മുൻപേ ബുക്ക് ചെയ്യപ്പെടുന്നു. ഗുൽമാർഗിലെ ഗോണ്ടോള സവാരിക്ക് ഇന്നും മണിക്കൂറുകൾ നീണ്ട ക്യൂ ആണ്. പേൽഗാമിലെ ലീഡർ നദിക്കരയിൽ ഭയമില്ലാതെ ടെന്റുകൾ അടിച്ച് താമസിക്കുന്ന ടൂറിസ്റ്റുകളെ ഇന്ന് നമുക്ക് കാണാം. പരമ്പരാഗത ടൂറിസത്തിന് പുറമെ റൂറൽ ടൂറിസം ഇന്ന് കാശ്മീരിൽ വലിയ തരംഗമാണ്. ഗ്രാമങ്ങളിലെ ഹോം സ്റ്റേകളിൽ താമസിച്ച് കാശ്മീരി സംസ്കാരം അടുത്തറിയാൻ സഞ്ചാരികൾ താല്പര്യപ്പെടുന്നുണ്ട്. ഇത് ഗ്രാമീണ മേഖലയിലെ യുവാക്കൾക്ക് വലിയ തൊഴിൽ സാധ്യതകൾ തുറന്നു നൽകി. ഗവൺമെന്റിന്റെ പുതിയ ഹോം സ്റ്റേ പോളിസി അനുസരിച്ച് 5000-ലധികം വീടുകളാണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. എല്ലാം ശുഭകരമാണ് എന്ന് പറയാൻ കഴിയില്ല. അതിർത്തിക്കപ്പുറത്തു നിന്നുള്ള നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളും ഭീകരാക്രമണ ഭീഷണികളും ഇപ്പോഴും പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല. സൈന്യവും പോലീസും അതീവ ജാഗ്രതയിലാണ്. ടൂറിസത്തിന്റെ വളർച്ച തകർക്കാൻ ഭീകര സംഘടനകൾ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ടെങ്കിലും ജനങ്ങളുടെയും സർക്കാരിന്റെയും ഉറച്ച നിലപാട് ഇതിന് തടയിടുന്നു. ഇതുകൂടാതെ അമിതമായ ടൂറിസം പരിസ്ഥിതിക്ക് ദോഷകരമാകുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. മഞ്ഞുരുകുന്നതും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കാശ്മീരിന്റെ പ്രകൃതി ഭംഗിക്ക് ഭീഷണിയാണ്. ഇതിനായിട്ട് സർക്കാർ ഗ്രീൻ ടൂറിസം പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുകയാണ്. തോക്കുകളേക്കാൾ ശക്തിയുണ്ട് ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് എന്ന് കാശ്മീർ തെളിയിച്ചിരിക്കുകയാണ്. ഭയത്തെ അതിജീവിച്ച് ഓരോ സഞ്ചാരിയും കാശ്മീരിൽ എത്തുമ്പോൾ അത് ഭീകരവാദത്തിന് മേലുള്ള വിജയമാണ്. 2026 ഈ വേനൽക്കാലത്ത് കാശ്മീർ മനോഹരിയായി ഒരുങ്ങി നിൽക്കുകയാണ്. കൂടുതൽ സുരക്ഷിതമായിട്ട്, കൂടുതൽ സുന്ദരിയായിട്ട്. നിങ്ങൾ അടുത്ത യാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും കാശ്മീരിനെ പരിഗണിക്കണം. അവിടുത്തെ ജനങ്ങളുടെ ആതിഥ്യ മര്യാദയും പ്രകൃതിയും നൽകുന്ന അനുഭവം മറ്റൊരിടത്തു നിന്നും ലഭിക്കില്ല. ഭീകരവാദത്തിന്റെ കരിനിഴലുകൾ നീങ്ങി സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ കാശ്മീർ താഴ്വരയിൽ പറന്നുയരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.